ഗൈസ്, അപ്പം വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് വീട്ടിൽ തന്നെ നമ്മുടെ F10 535 N55 എഞ്ചിൻ വന്ന വണ്ടി ഒന്ന് ട്യൂൺ ചെയ്യാൻ പോകുന്നത്. ബൂട്ട് മോഡ് എന്ന് പറഞ്ഞ ട്യൂണാണ് നമ്മളിപ്പോൾ ചെയ്യണം. അതിപ്പോൾ നമുക്ക് ലാപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഫോണിൽ നിന്ന് അതിൻ്റെ ലൈസൻസ് വാങ്ങിച്ചാൽ മതി. ബൂട്ട് മോഡുണ്ട്, MHD ഉണ്ട്, JB4 ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ വണ്ടിക്ക് വേണ്ടി സെലക്ട് ചെയ്യണം ബൂട്ട് മോഡാണ്. ഇതിപ്പം സ്റ്റേജ് 2 ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് കോൾഡ് എയറിൻ്റെക്ക് പിന്നെ ഡൗൺ പൈപ്പ് ചെയ്തിട്ടുണ്ട്, ഇൻ്റർകൂളർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം സ്റ്റോക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ ലൈറ്റിലൊന്ന് കത്തി കിടക്കണം. അപ്പോൾ നമ്മൾ ട്രാക്കിലൊക്കെ കൊണ്ടുപോകാൻ ഇപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ട്രാക്ക് ഇവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ നമ്മൾ വണ്ടി ഒന്ന് പ്രെപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബൂട്ട് മോഡ് 3 അടിക്കും. ഇതാണ് വണ്ടി, ഈ കാണുന്നതാണ് വണ്ടി. അപ്പോൾ നമുക്ക് ഈ കോൾഡ് എയർ ഇൻടേക്ക് വെക്കണം. വണ്ടിക്ക് ഇപ്പോൾ ഇരിക്കണ കോൾഡ് എയർ ഇൻടേക്ക് കുറച്ച് പഴയതാണ്, ഇതൊന്ന് മാറ്റി വെക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പണി. അപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഒരു വണ്ടി ട്യൂൺ ചെയ്യണത് നമുക്ക് വീട്ടിൽ ഇട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ട്യൂണറിൻ്റെ അടുത്തെന്ന് പറയാം. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ഇൻടേക്ക് ഇരിക്കണേ. അപ്പോൾ നേരത്തെ ഒരു കോൾഡ് എയർ ഉണ്ടായിരുന്നു, നമ്മൾ മാറ്റിയേക്കുവാണ്. അപ്പോൾ എന്നിട്ട് വേണം ഇതെടുത്ത് വെക്കാൻ വേണ്ടി. അത് ആ ഫിൽറ്റർ ഒന്ന് പോയായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഇത് മാറ്റണം. അത് സ്റ്റോക്ക് എയർ ബോക്സ് ഇതാണ് വന്നത്. ഇത് സിംഗിൾ ടർബോ ആണ് വന്നത്. ഇപ്പോൾ N54 ഈ വണ്ടിയുടെ അപ്ഗ്രേഡഡ് വെർഷനാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോൾഡർ ഇൻടേക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഫിൽറ്റർ ഉണ്ടോ, ഫിൽറ്റർ അടിച്ച് പറഞ്ഞ് പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫിൽറ്റർ മാറി വെക്കണേ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങോട്ട് കയറി സ്ക്രൂ ചെയ്താൽ മതി, വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഇവിടെ സ്റ്റോക്ക് എയർ ബോക്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്താൽ പിന്നെ ഇതുണ്ട്. ഇത് അപ്ഡേറ്റഡ് ചാർജ് പൈപ്പ് മെറ്റലിൻ്റെ. നേരത്തെ പ്ലാസ്റ്റിക് വന്നാൽ പ്ലാസ്റ്റിക് എല്ലാ പഴയ BM-നും പൊട്ടിപ്പോണത് നമ്മൾ ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. ഇത് അപ്ഗ്രേഡാണ്. ഇത് മെത്തനോൾ ഇഞ്ചക്ഷനുള്ള സ്ക്രൂവാണ്. ഇപ്പോൾ വാട്ടർ മെത്തനോളൊക്കെ പോകണമെങ്കിലുള്ളത്. നമ്മൾ ഫിൽറ്റർ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ട്യൂൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ബാറ്ററി ചാർജർ കണക്ട് ചെയ്തിടണം. അപ്പോൾ നമുക്ക് ബാറ്ററി ചാർജർ കണക്ട് ചെയ്തിട്ടാലല്ലേ ഇനിയിപ്പോൾ ബാറ്ററി നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും, ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും. വണ്ടി ബാറ്ററി ഡൗൺ ആയി പോയാൽ റൈറ്റിങ്ങിനിടയിൽ നിന്ന് പോയാൽ ചിലപ്പം ECU ബ്രിക്കാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ബാറ്ററി ചാർജർ സേഫ് സൈഡ് കണക്ട് ചെയ്തിടണം. വണ്ടിയുടെ BM-നൊക്കെ ആണെങ്കിൽ ഇതുണ്ട്, ഇത് നെഗറ്റീവ് ടെർമിനൽ ഇവിടെയുണ്ട്, പോസിറ്റീവ് ഇത് ഇവിടെയുണ്ട്. അപ്പം അങ്ങനെ കണക്ട് ചെയ്തിട്ടാൽ മതി. ഇപ്പോൾ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ AGM ഇത് സെലക്ട് ചെയ്ത് കൊടുക്കണം. AGM ബാറ്ററി ആയതുകൊണ്ട് AGM എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ബാറ്ററി ചാർജിങ്ങിൻ്റെ അത് കാണിക്കും. ചാർജ് ചെയ്യാൻ തുടങ്ങിയാൽ കണ്ടു. അപ്പോൾ ചാർജിങ്ങിൻ്റെ ബാറ്ററി ഓൾറെഡി ലോ ആയിരുന്നു. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇതിപ്പോൾ കണക്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററി ഇത് കൊടുക്കണോണ്ട് നമുക്കിനിപ്പോൾ റൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈത്തർനെറ്റ് കേബിൾ വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കണം. ഫോണിൽ നിന്ന് ഇപ്പോൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ബൂട്ട് മോഡ് 3 ഇതിൻ്റെ MHD അഡാപ്റ്റർ അത് വെച്ചിട്ടും കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പം ഇതാണ് കുറച്ചുകൂടെ ഫാസ്റ്റർ. MHD അല്ലെങ്കിൽ അഡാപ്റ്റർ വൈഫൈ അഡാപ്റ്റർ യൂസ് ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയിരിക്കും റൈറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇതാണ് ബൂട്ട് മോഡ് 3യുടെ ആപ്പ്. അപ്പം നമുക്ക് ലൈസൻസ് വേണം, സൈൻ ചെയ്യണം. എന്നിട്ട് പിന്നെ ഏത് മാപ്പാന്ന് പറഞ്ഞാൽ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ബൂട്ട് മോഡ് 3 ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ ഇതുണ്ട്, ഇവർ ആദ്യം തന്നെ നമ്മൾ സൈൻ വയ്ക്കണം, സൈൻ ചെയ്യണം. പിന്നെ നമ്മൾ ലൈസൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈസൻസ് ചെയ്യണം. പിന്നെ മാപ്പ് പർച്ചേസ് ചെയ്യണം. എന്നിട്ട് മാപ്പ് ഏത് മാപ്പ്, സ്റ്റേജ് 1 ആണോ സ്റ്റേജ് 2 ആണോ അതെല്ലാം നമുക്ക് ചെയ്യണം. അതാണ് ഓരോരോ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ സൈൻ ചെയ്തിട്ട് നമുക്കിനിയിപ്പം മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം കാണിക്കാം. അപ്പോൾ നമ്മളുണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. COTF മാപ്പ്, ഓഫ് ദി ഷെൽഫ് മാപ്പിനാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുക. അപ്പം നമുക്കിതിനകത്തുനിന്ന് നമുക്ക് സ്റ്റോക്ക് മാപ്പുണ്ട്, ഓരോ മാപ്പ് OTS മാപ്പുകളുണ്ട്. അപ്പോൾ അതുണ്ട് സ്റ്റേജ് 0, സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 2+, സ്റ്റേജ് 2H. അപ്പോൾ ഇങ്ങനെ ഓരോന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനകത്തൂടെ പോയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആകാൻ തോന്നാൻ അത് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റേജ് 2+ ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേജ് 2 അത് നോക്കണം. രണ്ടും തമ്മിൽ നമുക്ക് ഏതാണ് N55 നമ്മുടെ ആവശ്യം തന്നെയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ചെയ്യണം. അപ്പം നമ്മളിനിയിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം കാണിച്ചു തരാം. നേരെ 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 അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നു. എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കേബിൾ വെച്ചിട്ട് റൈറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കണില്ലായിരുന്നു. അപ്പോൾ എന്നാ പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ് വേണമായിരുന്നു ഈത്തർനെറ്റ് കേബിളുള്ള. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നു, അവൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഡീറ്റെയിലിംഗ് ഷോപ്പാണ്, ക്രൂ എന്ന് പറഞ്ഞിട്ട്. കിച്ചൺ അപ്പാർട്ട്മെന്റ് കേംബ്രിഡ്ജിൽ തന്നെയാണ് ഇവരുടെ സർവീസൊക്കെ ഉള്ളത്. അപ്പം അവരുടെ പിള്ളേരുടെ അടുത്ത് നമ്മൾ വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ EC ട്യൂണും TC ട്യൂണും ചെയ്യണം. ലാപ്പിൽ നിന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്പീഡുണ്ട്.
അപ്പോൾ നമ്മൾ കോഡ് ചെയ്തപ്പോൾ നമുക്കുണ്ടോ, നമുക്ക് ഓരോ ഓപ്ഷൻസ് ഇതിനകത്ത് എക്സോസ്റ്റ് ബർബിൾ ചെയ്യാം, സ്റ്റാർട്ടപ്പ് റോർ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹൈ RPM ഇങ്ങനത്തെ നമ്മുടെ മസിൽ കാർ പോലെ റോർ ചെയ്യും. അങ്ങനെ ഓരോരോ സെറ്റപ്പ് നമുക്ക് ഇത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്യും. അപ്പം എക്സോസ്റ്റ് ബർബിൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തോട്ട് പോയാൽ കുറച്ചുകൂടെ താഴത്തോട്ട് പോയാൽ ഇത് കാണാം, നമുക്ക് എന്നാ പറയണേ, ആൻറ്റി ലാഗ് ഇപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം ടർബോ കാർസിന് ആൻറ്റി ലാഗ് നല്ലൊരു ഫീച്ചറാണ് ട്രാക്കിലൊക്കെ പോകുമ്പോൾ, അത് ആക്ടിവേറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഒന്നുകൂടെ നമുക്ക് കോഡ് ചെയ്യണം. അപ്പോഴാണ് ഇപ്പം നമ്മൾ കോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ ബർബിളൊന്നുമില്ല, സ്റ്റോക്കാണ്. അപ്പം നമ്മൾ കസ്റ്റമൈസ് ചെയ്യുകയാണ്. അതാണ് ഈ ബൂട്ട് മോഡിൻ്റെ MHDയുടെ ഒക്കെ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ ട്യൂൺ കഴിഞ്ഞ് നമ്മളിപ്പം കോൺഫിഗർ ചെയ്യാനുള്ള കോൺഫിഗറും ചെയ്തു. ഇനിയിപ്പോൾ എങ്ങനെയുണ്ട്, എക്സോസ്റ്റ് ബർബിളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ സ്പോർട്സ് പ്ലസ് ഇട്ടാൽ മാത്രമേ നമുക്ക് ബർബിളുള്ളൂ. അപ്പോൾ സ്പോട്ട് ഇട്ടുണ്ട്, സ്പോട്ടിലുണ്ടോ നോക്കണം. സ്പോട്ടിലും ഉണ്ട്, കംഫർട്ടില്ല. അപ്പോൾ നമുക്ക് സ്പോട്ടിലും സ്പോർട്സ് പ്ലസിലുമാണ് ബർബിളുള്ളത്. അപ്പോൾ ഞാൻ സ്പോർട്സ് പ്ലസിലാണ് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്കിനി TC ട്യൂൺ ചെയ്യണം. അപ്പോൾ ഇത് ബൂട്ട് മോഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ EC ട്യൂണും TC ട്യൂണും വരും. അപ്പോൾ നമ്മളിപ്പം TC ട്യൂൺ ഫ്ലാഷ് ചെയ്യാൻ പോവാണ്. TCU കണ്ടോ, അപ്പോൾ അതിന് കുറച്ചുകൂടി ഷിഫ്റ്റ് ഒക്കെ കുറച്ചുകൂടെ, പക്ഷേ XXB ആണ് റെക്കമെൻഡ്. പക്ഷേ ഇതിൻ്റെ കൂടെ വന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് പെർഫോമൻസ് ഡിഫറൻസ് എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇപ്പം ആദ്യമേ സ്റ്റോക്ക് അവർ റീഡ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഇപ്പം അടുത്ത് ചെയ്യണം. അത് പട്ടേന്ന് കഴിയും, വലിയ ടൈം എടുക്കത്തില്ല. ECU ആണ് കുറേ കൂടെ ടൈം എടുക്കാറുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ബൂസ്റ്റ് കൂടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വണ്ടിയുടെ സൗണ്ടിൽ നിന്ന് തന്നെ അറിയാം. അപ്പം സ്റ്റോക്ക് ബൂസ്റ്റ് എനിക്കറിയില്ല, N54 8-9 PSI ഒക്കെ വരാറ്. എന്നിട്ട് ട്യൂൺ ചെയ്യുമ്പോൾ 16 PSI വരും. അപ്പം ഇതും അങ്ങനെ തന്നെ ആയിരിക്കണം. N55 ഒന്ന് റിസർച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ വണ്ടി ട്യൂൺ ചെയ്ത് നമ്മൾ ഡ്രൈവിന് വന്നതാണ്. അപ്പം ഡ്രൈവിന് വന്നിട്ട് ബൂസ്റ്റൊക്കെ അത്യാവശ്യം കൂടി, വണ്ടി ഷിഫ്റ്റിംഗ് ആണ് ഭയങ്കര. ഇപ്പോൾ പാഡൽ അടിക്കുമ്പോൾ വലിയ മൈക്രോ സെക്കൻഡ്സിലാണ് വണ്ടി ഷിഫ്റ്റ് ആവണത്. നമുക്ക് പഴയ ഒരു ലാഗില്ല. അതുപോലെ തന്നെ സൗണ്ടും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്യൂണൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇത് കണ്ടോ, ഇപ്പോൾ ഹോഴ്സ് പവർ അവിടെ കാണിക്കണം, 480 ഹോഴ്സ് പവർ. അപ്പം ഈ ട്യൂണിൽ നിന്ന് 480 ആണ് അവർ പറയണത്. പക്ഷേ വീലൊരു ചിലപ്പോൾ നമുക്കൊരു 380-400 അടുത്തേ കാണുള്ളായിരിക്കും. പക്ഷേ എന്നാലും നൈസാണ്, ഒരു ജസ്റ്റ് OTS മാപ്പ് കൊണ്ട് ഇത്രയും കിട്ടുന്നത്. നമ്മളപ്പം വണ്ടി ട്യൂൺ ചെയ്ത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ ഞാൻ ബർബിളിൻ്റെ സൗണ്ട് കേൾപ്പിച്ചായിരുന്നല്ലോ. അപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിഫറൻസ്. ഞാൻ ഓടിച്ചു നോക്കിയപ്പം നമുക്ക് ഇനിഷ്യൽ ഒരു പുള്ള് ഭയങ്കരമാണ്. അപ്പോൾ വണ്ടി സ്റ്റോക്ക് 300 ആയിരുന്നു, ക്ലസ്റ്ററിൽ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നത് 300 ഹോഴ്സ് പവർ. ഇപ്പം 480 കാണിക്കുന്നത്. അപ്പോൾ അത്ര ഒരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബൂട്ട് മോഡിൻ്റെ വിത്ത് EC ട്യൂണിൻ്റെ കൂടെ അവരെന്ന് പറഞ്ഞാൽ അവരതിൻ്റെ കൂടെ ട്രാൻസ്മിഷൻ ട്യൂണെന്നും കൂടെ നമുക്ക് തന്നെ ഉണ്ട്. ആ ബേസിക് ട്യൂണാണ്. XXB പോലെ അത്ര അഗ്രസീവ് സ്റ്റേജ് 3 ട്യൂണൊന്നും അല്ല. ആ ട്യൂണ് തന്നെയാണ്, പക്ഷേ ഷിഫ്റ്റ് ചെയ്യുമ്പം നമ്മൾ അടിപൊളി ടക്കേന്ന് ഷിഫ്റ്റായി പോണേ. അപ്പം ബേസിക് ഞാൻ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു ട്യൂണർമാരുടെ അടുത്ത് പോയിട്ടില്ല. അപ്പം നമുക്ക് OTS മാപ്പൊക്കെ ഇങ്ങനെ ചെയ്യാന്നുള്ളത്. ഇത് ബൂട്ട് മോഡ് 3 ചെയ്തതാണ്. അവർ തന്നെ MHDയും JB4 ഉണ്ട്. JB4 പിഗി ബാഗ് ആണ്. JB4 ചെയ്തിട്ട് നമുക്ക് ബാക്ക് ആൻഡ് ഫ്ലാഷ് ആയിട്ട് MHD ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് വണ്ടി നമ്മുടെ യൂണിറ്റും അങ്ങനെ ചെയ്താൽ. അപ്പം അങ്ങനെയാണ് ഈ ഓരോരോ ട്യൂണുകൾ. അപ്പം ഞങ്ങളിത് ചെയ്തപ്പോൾ എല്ലാവരും ബേസിക്കായിട്ട് കാണിക്കാം. കൂടുതൽ ട്യൂണിങ് പരിപാടികൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മലയാളികൾ അങ്ങനെ കാണിച്ചിട്ടില്ല എവിടെ. എല്ലാവരും ട്യൂൺ ചെയ്തു എന്ന് പറയണം. അപ്പോൾ നമ്മളൊന്ന് കാണിക്കാമെന്ന് ഓർത്ത്. ബേസിക് ഇത്രേ കാര്യമുള്ളൂ, ഓഫ് ദി ഷെൽഫ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഡൈനോ പോയിട്ട് ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പം അതുപോലെ ബിൽഡ് ചെയ്ത കാറാണെങ്കിൽ നമുക്ക് ഡൈനോ കൊണ്ടുപോയി ചെയ്യാം. അതങ്ങനെ ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അത് വേറൊരു ലീഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബേസിക് കാര്യങ്ങളേ ചെയ്തുള്ളൂ, ബേസിക് സ്റ്റേജ് 2 ട്യൂൺ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരാം. അപ്പം താങ്ക്സ്, പീസ് ഔട്ട്.